ട്രംപിനെ പെട്ടിയിലാക്കിയിട്ടേ ഈ യുദ്ധത്തിന് അന്ത്യം കുറിക്കൂ. കൊലവിളി അവസാനിപ്പിക്കാതെ IRGC. അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഹാക്കർമാരെ ഇറക്കി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. US പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്താൻ നീക്കം നടത്തിയത് പാളി. പക്ഷെ പിന്നീട് സൈനികരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തു. ഒരു തരത്തിലും കീഴടങ്ങാതെ ട്രംപിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. യുദ്ധത്തിലേക്ക് അമേരിക്ക എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കാരണം സമാധാന ചർച്ചകൾക്ക് വഴങ്ങാതെ US-ന് നേരെ ഹാക്കർമാരെ ഇറക്കി കടുത്ത നീക്കങ്ങൾ പുറത്തെടുത്തതോടെ ഇനി റവല്യൂഷണറി ഗാർഡിനെ വെറുതെ വിടുന്നത് നല്ലതിനല്ല എന്ന് ട്രംപിന് വ്യക്തമായിട്ടുണ്ട്. വൈറ്റ് ഹൗസിൽ തിരക്കിട്ട ചില ചർച്ചകൾ നടന്നിരുന്നു. അതിന് പിന്നാലെ ഇനി മര്യാദ കാണിക്കാൻ ഇല്ല എന്ന് മാധ്യമങ്ങളോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. US പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സൈന്യത്തോട് സജ്ജരായിരിക്കാൻ നിർദ്ദേശിച്ച് ഇസ്രയേലും. ഇറാൻ ഹാക്കർമാർ ഇസ്രയേലിനും US-നും വയ്യാവേലിയാകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ സൈനികരുടെ രഹസ്യങ്ങൾ ചോർത്താനുള്ള നീക്കവും ഇറാൻ ഹാക്കർമാർ നടത്തിയിരുന്നു. ടെഹ്റാനിൽ മൊസാദ് ഇപ്പോൾ പറന്നിറങ്ങിയിരിക്കുകയാണ്. റവല്യൂഷണറി ഗാർഡിന്റെ ഹാക്കിംഗ് വലയം പിളർത്താൻ ഇസ്രയേൽ സംഘം കട്ടക്കിറങ്ങുന്നു. അമേരിക്കൻ സൈനികരെ കൊന്നൊടുക്കുമെന്ന വലിയ ഭീഷണി മുൻപ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുഴക്കിയിരുന്നു. IRGC അതിന് പണി തുടങ്ങിയെന്ന് സംശയിക്കുകയാണ് CIA. US മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തി ഇറാൻ ഹാക്കർമാർ ഇപ്പോൾ കളം നിറഞ്ഞതോടെ പിന്നിൽ IRGCയുടെ ബുദ്ധി കേന്ദ്രമാണ് എന്നുള്ളത് US-ന് കൃത്യമായിട്ടറിയാം. ഇറാൻ സേനയുടെ ഒത്താശയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് ഹാക്കിംഗ് നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ പ്രത്യേക സൈനിക ഉദ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിട്ടുള്ള 2000-ഓളം US മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തി എന്ന അവകാശവാദവുമായി ഇറാൻ ബന്ധമുള്ള ഹാക്കർ ഗ്രൂപ്പ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിലൊരു സ്ഥിരീകരണം US ആദ്യം നടത്തിയിരുന്നില്ല. പിന്നീടാണ് വൈറ്റ് ഹൗസിൽ ഒരു തിരക്കിട്ടുള്ള ചർച്ചയൊക്കെ നടന്നത്. ഇതോടുകൂടി തന്നെ വ്യക്തമായിരുന്നു US സൈനികരുടെ വ്യക്തിവിവരങ്ങൾ ഹാക്കർമാർ ചോർത്തി എന്നുള്ളത്. പിന്നാലെ US സൈനിക ആസ്ഥാനമായ പെന്റഗൺ അന്വേഷണം പ്രഖ്യാപിച്ചു. ചോർന്ന വിവരങ്ങളിൽ ചിലത് ആധികാരികമാണെന്ന് പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. മേഖലയിലെ US മറീനുകൾക്ക് നേരെ ഈ ഗ്രൂപ്പ് ഭീഷണി മുഴക്കിയതായിട്ടാണ് വിവരങ്ങൾ. ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി പശ്ചിമേഷ്യയിൽ വിന്യസിച്ചിരിക്കുന്ന മറീനുകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ലക്ഷ്യമിട്ടാണ് സൈബർ ആക്രമണം നടന്നിരിക്കുന്നത്. ടെലിഗ്രാം വഴി വിവരങ്ങൾ പുറത്തുവിട്ട ഹാക്കർമാർ തങ്ങൾ ഈ മറീനുകളെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2000-ലധികം മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയ ഇറാൻ സംഘം അവർ ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും? വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ചാവേറുകളെ ഇറക്കി ആക്രമണം നടത്തുമെന്ന് ഇറാൻ വെല്ലുവിളി മുഴക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റ് രാജ്യങ്ങളിലുള്ള ഇറാൻ പൗരന്മാരോട് രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യൂ എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ IRGC നടത്തിയിട്ടുണ്ട്. അതായത് പല രാജ്യങ്ങളിലായുള്ള തീവ്ര ഇറാനികളെ ഇറക്കി ആക്രമണത്തിന് ഇറാൻ ലക്ഷ്യമിട്ടാൽ, IRGC ലക്ഷ്യമിട്ടാൽ വലിയ ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയാണ് അമേരിക്കയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഹൻസാല എന്ന ഹാക്കർ ഗ്രൂപ്പാണ് വിവരങ്ങൾ ചോർത്തിയതെന്നാണ് പ്രാഥമിക അറബ് വാർത്താ വെബ്സൈറ്റായ ഷഫാക്ക്.com പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. 2000-ഓളം സൈനികരുടെ വിവരങ്ങൾ ചോർന്നുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. വാൾസ്ട്രീറ്റ് ജേണൽ 2000-ലധികം എന്ന് പറയുമ്പോൾ 2379 US മറീനുകളുടെ വിവരങ്ങളാണ് ചോർന്നതെന്ന് കൃത്യമായ കണക്ക് ഷഫാക്ക്.com പുറത്തുവിട്ടിരിക്കുന്നു. ഒരു ടെലിഗ്രാം ചാനലിലൂടെ ഈ ഗ്രൂപ്പ് എല്ലാ വിവരങ്ങളും തന്നെ പുറത്തുവിട്ടു കഴിഞ്ഞു. തങ്ങളുടെ നിരീക്ഷണ പാടവം തെളിയിക്കാനാണ് ഹാക്കർ ഗ്രൂപ്പ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മറീനുകളുടെ കുടുംബ വിവരങ്ങൾ, വിലാസങ്ങൾ, ദിനചര്യകൾ, ദൈനംദിന നീക്കങ്ങൾ എന്നിവയുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവ പിന്നീട് പുറത്തുവിടുമെന്നും ഹാക്കർ ഗ്രൂപ്പ് അവകാശപ്പെട്ടു. എങ്കിലും ഈ അവകാശവാദങ്ങൾ ഇതുവരെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം തകർച്ചയുടെ വക്കിലാണെന്നും ഹോർമുസ് കടലിടുക്ക് എത്രയും വേഗം തുറന്നു നൽകണമെന്നും ഇറാൻ US-നോട് ആവശ്യപ്പെട്ടതായി ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് US മറീനുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർന്നതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. എണ്ണ വരുമാനം തടയുന്നതിനായി നിലവിൽ ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം US നാവികസേന തടഞ്ഞിരിക്കുകയാണ്. US ഉപരോധം നീക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ.
അതേസമയം സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഇറാൻ പരിഷ്കരിച്ച നിർദ്ദേശം സമർപ്പിക്കുമെന്ന് പാകിസ്ഥാൻ മധ്യസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഒരു വഴിക്കൂടെ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ ഭരണകൂടം പറയുന്നു. എന്നാൽ മറ്റൊരു വഴിക്കൂടെ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന നടപടികളാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തെടുത്തിരിക്കുന്നത്. ഇറാൻ ഭരണകൂടവും റവല്യൂഷണറി ഗാർഡും തമ്മിൽ ഇപ്പോൾ പിളർപ്പിലാണ്. യുദ്ധം തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പറയുമ്പോൾ സമാധാന ചർച്ച എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഇറാൻ ഭരണകൂടം പറയുന്നു. എന്തായാലും ഇതിനിടയിൽ US മറീനുകളുടെ രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടെ ചോർത്തിയതോടെ അമേരിക്ക കട്ടായം നിൽക്കുകയാണ്. ഇനി ക്ഷമയില്ല, ഇനി സഹിക്കില്ല, ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുമെന്ന്.